നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം. ചാപ്റ്റർ 2, ബിൽഡിംഗ് എ ബോഡി. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മകാലത്ത് തന്നെ ഓസ്ട്രിയ വളരെ മോശമായ ഒരവസ്ഥയിലാണ്. ഇദ്ദേഹമെല്ലാം താമസിച്ചിരുന്ന ഭാഗങ്ങൾ UK നിയന്ത്രണത്തിൽ, തെക്കൻ ഭാഗം അത് USSR, അത് ഇന്നത്തെ റഷ്യയുടെ നിയന്ത്രണത്തിലുമായിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ ഒരു കോൾഡ് വാർ നിലനിന്നിരുന്നു. എഡ്യൂക്കേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ടീച്ചർ ഒരു പ്രോജക്റ്റ് കൊടുത്തു കുട്ടികൾക്ക്. മറ്റൊന്നുമല്ല, ഒരു ന്യൂസ് പേപ്പർ. ആ ന്യൂസ് പേപ്പറിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുക. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാലത്തൊരു സ്വഭാവമുണ്ട്, ഇന്നുണ്ടാവുമായിരിക്കും മിക്കവാറും. ഒരു ന്യൂസ് പേപ്പർ കിട്ടിയാൽ ആദ്യം പോകുന്നതിൻ്റെ സ്പോർട്സ് പേജിലേക്കാണ്. അന്നാണെങ്കിൽ ആ സ്പോർട്സ് പേജിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അന്നത്തെ മിസ്റ്റർ ഓസ്ട്രിയ ബെർട്ട് മാർനുൽ എന്ന മനുഷ്യൻ 190 കിലോഗ്രാം ബെഞ്ച് പ്രസ് ചെയ്ത് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഇന്നത്തെ വേൾഡ് റെക്കോർഡൊക്കെ മാറി. ഇന്ന് 355 കിലോ ആണ് വേൾഡ് റെക്കോർഡ് ബെഞ്ച് പ്രസിൻ്റെ. ഈ അർണോൾഡ് തന്നെ അതിനുശേഷം 238 കിലോ ബെഞ്ച് പ്രസ് റെക്കോർഡ് ഒരു കാലത്ത് സ്ഥാപിച്ചിരുന്നു. എന്തായാലും ഈ 1961 കാലഘട്ടത്തിൽ അന്നത്തെ വേൾഡ് റെക്കോർഡ് അതായിരുന്നു 190 കിലോ ബെഞ്ച് പ്രസ്. അദ്ദേഹം ആ ഒരു ഇൻസിഡൻറ്റിനെ വെച്ചുകൊണ്ടും ഈ ബെർട്ട് മാനുവൽ മനുഷ്യനെ ബേസ് ചെയ്തും ഒരു എസ്സേ എഴുതി. അത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് വെക്കേഷൻ ആരംഭിക്കുന്നത്. വെക്കേഷൻ ടൈമിൽ പതിവായിട്ട് ഇദ്ദേഹവും കുറച്ച് സുഹൃത്തുക്കളും കൂടി ഗ്രാസ് പട്ടണത്തിൽ തന്നെയുള്ള താലസി എന്ന ലേക്കിൻ്റെ പരിസരത്ത് ദിവസേന എത്തും. ഉദ്ദേശം സ്വിമ്മിങ് ആൻഡ് ആ ലേക്കിൻ്റെ കരയിൽ ഫുട്ബോൾ കളി. ഏതാനും ദിവസത്തിനകം തന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ലൈഫ് ഗാർഡിനെ പരിചയപ്പെട്ടു. വില്ലി റിക്ടർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും വളരെ അത്ലറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞ സ്വിമ്മിങ് കൂടാതെ ആ ലേക്കിൻ്റെ കരയിലുള്ള മരങ്ങളിൻ്റെ കൊമ്പുകളിൽ തൂങ്ങി പുള്ളപ്പും ചിന്നപ്പും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ പ്ലെയിൻ നിലത്ത് പുഷപ്പും പിന്നെ ഫ്രീ സ്ക്വാറ്റും എല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. അർണോൾഡും അതെല്ലാം കണ്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങി. പുള്ളപ്പും ചിന്നപ്പും ഒക്കെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസം വെറും 2 എണ്ണം പോലും ചെയ്യാൻ പറ്റാതിരുന്ന അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം 10 എണ്ണത്തിൽ കൂടുതൽ അറ്റ് എ ടൈം ചെയ്യും എന്നുള്ളൊരവസ്ഥയിലെത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിരുന്നു. പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ജെനറ്റിക്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഗുഡ്സഫ് ഷ്വാസ്നഗറും അതേപോലെ അദ്ദേഹത്തിൻ്റെ മദർ ഓർലിനിയും വളരെ ശക്തിയുള്ള ശരീരത്തിനുടമകളായിരുന്നു. ആ പാരമ്പര്യം അതേപോലെ അദ്ദേഹത്തിനും കിട്ടി, ജ്യേഷ്ഠനും കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം ഒന്നും ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതായിരിക്കും സത്യം. ഒരു ദിവസം ആ ലേക്കിൻ്റെ സൈഡിൽ വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് മുയി എന്നാണ്. അദ്ദേഹം ഏകദേശം 40 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു റെസ്ലിംഗ് ചാമ്പ്യനായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം എക്സസൈസുകളൊക്കെ ചെയ്ത് ബോഡി കറക്റ്റ് ഷേപ്പിൽ നിലനിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു US ബോഡി ബിൽഡിംഗ് മാഗസിൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു രസകരമായ ചിത്രം, അതായത് നല്ല ബോഡിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ചിത്രം, അത് കണ്ട് അർണോൾഡ് ചോദിച്ചു, ഇതാരാ? അത് മിസ്റ്റർ യൂണിവേഴ്സ് റെക് പാർക്ക്. അത് ശരി, ഇയാൾ അമേരിക്കക്കാരനാണോ? അല്ല, അയാൾ UK കാരനാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ മികവ് കണ്ട് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അവിടെയുള്ള ചില ആൾക്കാർ ക്ഷണിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അയാൾ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അവിടുത്തെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്നു. പിന്നെ ലോകത്ത് മുഴുവൻ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്, ബോഡി ബിൽഡിംഗ് ഷോ ഉണ്ട്. അതുപോലെ ലോകത്തെ പല കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നുണ്ട്. കേട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ശക്തമായ ഒരു ആഗ്രഹം ഫോം ചെയ്തു, എനിക്കും ഇതുപോലൊരു ബോഡി ബിൽഡർ ആവണം. കാരണം നല്ലൊരു ബോഡി ബിൽഡർ ആയി കഴിഞ്ഞാൽ US ക്ഷണിക്കപ്പെടും. US പോകണം എന്ന് തന്നെയാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് US ക്ഷണിക്കപ്പെടാനുള്ള ഒരു മാർഗം അത് ബോഡി ബിൽഡിംഗ് എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ വില്ലി റിക്ടർ ഇദ്ദേഹത്തെയും കൊണ്ട് ഒരു സിനിമയ്ക്ക് പോയി. അന്ന് യൂറോപ്പിൽ വളരെ ഹിറ്റായിരുന്ന ഹെർക്കുലീസ് എന്ന സിനിമ. അത് കാണുമ്പോൾ വില്ലി ചോദിച്ചു, ഏത് ഹെർക്കുലീസായിട്ട് അഭിനയിക്കുന്ന ആരാന്ന് മനസ്സിലായ?
താടിയൊക്കെ വെച്ചിട്ടൊരു രൂപമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് പിടിയിട്ടില്ല. ഇല്ല, നമ്മൾ നേരത്തെ ആ മാഗസിനിൽ കണ്ടില്ലേ, റെക്പാർട്ട്, അദ്ദേഹമാണ് ഈ ഹെർക്കുലീസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ ആ സിനിമയെല്ലാം വളരെ എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. ഏതാനും ദിവസങ്ങൾക്കകം ബില്ലി വിക്ടർ ഒരു കാര്യം പറഞ്ഞു, മിസ്റ്റർ ഓസ്ട്രിയ കേർട്ട് മാർണൽ ഇന്ന് വൈകുന്നേരം നമ്മുടെ ലേക്കിൻ്റെ പരിസരത്ത് വരുന്നുണ്ട്. വന്നത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ടാണ്. വന്നു കഴിഞ്ഞ് അദ്ദേഹം ഡ്രസ്സൊക്കെ മാറ്റി ഒരു സ്വിമ്മിങ് സൂട്ട് ഇട്ടു. അപ്പോൾ ആ ബോഡി കണ്ടിങ്ങനെ എല്ലാവരും ആവേശം കൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു നേരം അവിടെ സ്വിമ്മിങ് എല്ലാം നടത്തി. അത് കഴിഞ്ഞ് ഇവരോടെല്ലാം വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചു. കാരണം എല്ലാവരും ആരാധകരാണല്ലോ, ആരാധകരോടെല്ലാം തന്നെ വളരെ ഫ്രീ ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അർണോൾഡിൻ്റെ ബോഡി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു, ഇപ്പോൾ വെക്കേഷൻ. താനിങ്ങനെ ആയാൽ പോരാ, താൻ ജിംനേഷ്യത്തിൽ പോകണം. അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കാൾ ഗസ്റ്റർ അവരൊന്നിച്ച് ഈ ഗ്രാസ് പട്ടണത്തിൽ തന്നെ ഉള്ള ഒരു സ്റ്റേഡിയത്തിനോടനുബന്ധിച്ച് ഒരു ജിംനേഷ്യമുണ്ട്, അവിടെ പോകാൻ ആരംഭിച്ചു. ഈ കാൾ ഗസ്റ്ററുടെ പിതാവ് വളരെ ധനികനായ ഒരു ബിസിനസ്മാനും ഒപ്പം ഒരു പൊളിറ്റീഷ്യനുമാണ്. അദ്ദേഹം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അവർക്കുള്ള പ്രത്യേക പ്രോട്ടീൻ സമ്പുഷ്ടമായ മാംസം പോലുള്ള ഭക്ഷണം അദ്ദേഹം ദിവസേന അവർക്ക് കൊടുത്തിരുന്നു. അതേപോലെ അദ്ദേഹം അവർക്ക് പതിവായിട്ട് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ശരീരം മാത്രം നോക്കിയാൽ പോരാ, മനസ്സും ഒപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, മാനസികമായി മുന്നേറണം, എല്ലാവരോടും ഫ്രീ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. പക്ഷേ അത് പോസിറ്റീവായിരിക്കണം, ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകരുത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുത്തിരുന്നു. അതെല്ലാം അർണോൾഡും സുഹൃത്തും പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടു. ആദ്യമായിട്ട് ജിംനേഷ്യത്തിൽ പോയ ദിവസം അദ്ദേഹത്തിന് ഒരു ചെറിയ റാഗിങ് നേരിടേണ്ടി വന്നു. റാഗിങ് എന്ന് പറയുമ്പോൾ ഇന്ന് റാഗിങ് എന്നുള്ള പേരിൽ നടക്കുന്ന ചെറ്റത്തരങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു തമാശ. അതായത് ഒരാൾ ഈ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങുമ്പോൾ അതുപോലെ അദ്ദേഹം ഫ്രീ വെയിറ്റ് എക്സസൈസുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വെയിറ്റ് ഇല്ലാത്ത എക്സസൈസുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വെയിറ്റ് എടുത്തുള്ള എക്സസൈസുകൾ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ വളരെ ലൈറ്റ് വെയിറ്റ് ഒരു 2-3 റെപ്പറ്റീഷൻസ് മാത്രം ചെയ്യണം. അത് ക്രമേണ കൂട്ടിക്കൊണ്ടുവരണം. ആദ്യത്തെ ദിവസം തന്നെ എല്ലാം കൂടി എടുത്ത് അങ്ങ് പൊക്കരുത്. ഇതാരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം മാക്സിമം വെയിറ്റ് അദ്ദേഹത്തിന് പറ്റുന്നത്ര വെയിറ്റ് എടുത്ത് പറ്റുന്നത്ര റെപ്പറ്റീഷൻസ് അങ്ങനെ ചെയ്തു. അവസാനം ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ സമയത്ത് കയ്യനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, അങ്ങനെ ഒരവസ്ഥ. അദ്ദേഹം നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കും. അത്രേ ഉള്ളൂ റാഗിങ്, അല്ലാതെ ഇവിടുത്തെ പോലെ ഉള്ള തോന്നിയാസങ്ങളൊന്നും അല്ല. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി. നടക്കുന്നത് തന്നെ ഒരു രീതിയിലാണ്. സൈക്കിളുണ്ട്, സൈക്കിളെടുത്തു, കയറി, ബാലൻസ് കിട്ടുന്നില്ല, മറിഞ്ഞു വീണു. 2 തവണ ശ്രമിച്ചു, രക്ഷയില്ല. അവസാനം ആ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് ഏകദേശം 7 കിലോമീറ്റർ നടന്ന് വീടെത്തി. സ്കൂൾ ഫൈനലിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ ഒരു വൊക്കേഷണൽ സ്കൂളിൽ ചേർത്തി. അതായത് ഇവിടെ നമുക്ക് VHSC എന്ന് പറയുന്ന പോലുള്ള ഒരു സംഭവം, പക്ഷെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെയൊന്നുമല്ല അവിടെ. ആ കാലഘട്ടത്തിൽ തന്നെ, ഇന്നതൊക്കെ എത്രയോ പുരോഗമിച്ചു. അന്ന് അവിടുത്തെ സിസ്റ്റം എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ്. അത് കഴിഞ്ഞാൽ ഇവരെവിടെയെങ്കിലും വർക്ക് ചെയ്യണം. അവർ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണക്കിലും ആൾക്കാരോട് ഇടപഴകുന്ന ആ രീതികളും മനസ്സിലാക്കിയ പിതാവ് തീരുമാനിച്ചു അദ്ദേഹം കൊമേഴ്സ് എടുത്താൽ നന്നായിരിക്കും. കാരണം കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അവിടെ അടുത്തുള്ള ഒരു ഹാർഡ്വെയർ സ്റ്റോറിൽ ഇദ്ദേഹം ഇൻറ്റേൺഷിപ്പ്, ഉച്ചവരെ ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം ഇൻറ്റേൺഷിപ്പ്. ആ ഹാർഡ്വെയർ ഷോപ്പ് നടത്തിയിരുന്നത് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം പ്രാക്ടീസൊക്കെ നിർത്തി അതിനുശേഷം തുടങ്ങിയ ഒരു ഹാർഡ്വെയർ ഷോപ്പ്. അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് നടത്തിയിരുന്നത്. സാധനങ്ങൾ കയറ്റി ഇറക്കുന്നത് മുതൽ ഓരോ ഹെവി സാധനങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ എത്തിക്കുക, അവസാനമായി അദ്ദേഹത്തിന് സെയിൽസ് കൗണ്ടറിലേക്ക് മാറ്റി. കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ആ അഡ്വക്കേറ്റിൻ്റെ വൈഫ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത് ഒരു കസ്റ്റമർ കടയിൽ വന്നാൽ അയാൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടേ പോകാവൂ. അയാൾ ഒന്നും വാങ്ങിക്കാതെ പോയാൽ അത് അയാളെ ഡീൽ ചെയ്ത സെയിൽസ്മാൻ്റെ കുഴപ്പമാണ്. വീട്ടിലേക്കുള്ള ടൈൽസ് വാങ്ങിക്കാൻ ഒരാൾ വന്നു. അവിടെയുള്ള ടൈൽസിൻ്റെ ഡിസൈനൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളെ കൊണ്ട് നിലം തുടപ്പിക്കാനുള്ള ഒരു കുപ്പി ലോഷനെങ്കിലും വാങ്ങിപ്പിച്ചിട്ടേ അവിടെ നിന്ന് വിടാവൂ. അതാണ് അവരുടെ ബേസിക് തിയറി. ഒരു കസ്റ്റമർ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചിരിക്കണം. കടയിൽ വന്ന് അയാൾ അറ്റൻഡ് ചെയ്യുന്ന ആൾ
അയാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിച്ചിരിക്കണം എന്നുള്ള ഒരു സിസ്റ്റം ചെറുപ്പം തൊട്ടേ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന് അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു വലിയ പാഠമുണ്ട്, മാർക്കറ്റിംഗ്. ഏത് കാര്യവും കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിലാണ് വിജയം എന്നെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദിവസം ഈ റെക് പാർക്ക് എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ അദ്ദേഹം മനസ്സിലാക്കിയാണ്, അന്നത്തെ മിസ്റ്റർ യൂണിവേഴ്സാണ്. അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോ കൊണ്ട് കൂടെ ആരൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ അതൊന്നും വായിക്കാറിഞ്ഞൂടാ. മൊഴി പറഞ്ഞു കൊടുത്തു. അതിൽ മറ്റൊന്ന് ഒരു US ബോഡി ബിൽഡർ തന്നെയാണ്, സ്റ്റീവ് റീവ്സ്. പിന്നെ ഉള്ളത് ഈ മാഗസിൻസിൻ്റെയൊക്കെ ഓണർ കം പബ്ലിഷർ ജോ വീഡർ. ജോ വീഡറിനെ കുറിച്ച് പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. ഇത്രയും ആൾക്കാരുടെ ഒരു ഫോട്ടോ ആണ് കണ്ടത്. അവർ അവിടെ US നടക്കുന്ന ഒരു ബോഡി ബിൽഡിംഗ് ഈവൻറ്റിൽ ഉള്ള ചില കാര്യങ്ങൾ, മറ്റ് വിശേഷങ്ങളാണ് ആ മാഗസിനിൽ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം പോയി വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടായി. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു സാധനം അതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമായിരിക്കും, ആരെങ്കിലും ജോലി തരുമായിരിക്കും. അദ്ദേഹം അങ്ങനെ ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ചിന്തിക്കുന്നതാണ്, എനിക്ക് റെക് പാർക്കിനെ പോലെ ഒരു ഗ്രേറ്റ് ബോഡി ബിൽഡർ ആവണം, ആ വഴി ഞാൻ US എത്തണം, അത് കഴിഞ്ഞ് US ഞാനൊരു വലിയ സ്റ്റാറായി മാറണം. അതിനും അദ്ദേഹം മോഡലാക്കിയത് റെക് പാർക്കിനെ തന്നെയാണ്. കാരണം റെക് പാർക്ക് ബോഡി ബിൽഡിങ്ങിന് ശേഷം ഫിലിം ആക്ടിങ്, ഹെർക്കുലീസ് എന്ന സിനിമയൊക്കെ നേരത്തെ കണ്ടാണല്ലോ, അതുപോലെ ഒരു ഫിലിം സ്റ്റാർ ആവണം. ഇത്തരം ചിന്തകൾ ഈ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഫോം ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം വീട്ടിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം മെയിൻ ഹാളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെയും കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ഇദ്ദേഹം ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു. അമ്മ നേരെ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്കാണ്. അപ്പോൾ ഇദ്ദേഹം മെല്ലെ പുറകെ പോയി. എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ ചുമരിലൊക്കെ അന്നത്തെ ഈ പറഞ്ഞ റെക് പാർക്ക്, സ്റ്റീവ് റീവ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോ പഴയ മാഗസിനിൽ നിന്നൊക്കെ വെട്ടി അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ പ്രശ്നം. അമ്മ ഡോക്ടറോട് പറയുകയാണ്, ഇവൻ എന്തോ കുഴപ്പമുണ്ട്. ഇവൻ്റെ കൂടെയുള്ള കുട്ടികളുടെയൊക്കെ വീട്ടിൽ റൂമിൽ പോയി നോക്കിയാൽ ചുമരിൽ മുഴുവൻ പെൺകുട്ടികളുടെ ചിത്രമാണ്. സ്വാഭാവിക പ്രായത്തിൽ അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടാവും. പക്ഷെ ഇവൻ്റെ റൂമിൽ ഒരൊറ്റ പെണ്ണിൻ്റെ ഫോട്ടോ കാണാനില്ല. മുഴുവൻ ഇങ്ങനെ ഈ വെറും ഒരു ജട്ടി മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആണുങ്ങളുടെ ഫോട്ടോ. ഇവൻ എന്തെങ്കിലും മാനസിക പ്രശ്നമാണോ എന്നെനിക്ക് സംശയമുണ്ട് ഡോക്ടർ. നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, അർണോൾഡ് ഒരു ഗേ ആണോ എന്നൊരു സംശയം. ഡോക്ടർ ആ ചിത്രങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാം ഈ പറഞ്ഞ രീതിയിൽ ബോഡി ബിൽഡേഴ്സ്, പിന്നെ പ്രശസ്തരായ റെസ്ലേഴ്സ്, വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, എല്ലാം വളരെ പ്രശസ്തരായ ആൾക്കാരുടെ ഫോട്ടോ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ ഉള്ള ഒരു ഫോട്ടോയും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, നിങ്ങൾ ഈ പേടിക്കുന്ന ഒരു കാര്യമില്ല, അവൻ അങ്ങനെ ഒരു സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനനുസരിച്ചുള്ള കുറച്ച് ഫോട്ടോ അവൻ ആരാധിക്കുന്ന ആൾക്കാരുടെ കുറച്ച് ഫോട്ടോ അവിടെ ഒട്ടിച്ച് വെച്ചു എന്ന് മാത്രം, അല്ലാതെ അവന് ഒരു പ്രശ്നമില്ല. പുറത്തിറങ്ങി അദ്ദേഹം അർണോൾഡിൻ്റെ തോളത്തൊന്നും തട്ടി, താനൊരു വലിയ സ്പോർട്സ്മാൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആ വർഷത്തിൻ്റെ അവസാനം, അതായത് അദ്ദേഹം ജസ്റ്റ് 16 വയസ്സിലേക്ക് എത്തിയ സമയം, അദ്ദേഹത്തിൻ്റെ ജിംനേഷ്യവും പരിസരത്തുള്ള ജിംനേഷ്യവും തമ്മിൽ ഒരു സൗഹൃദ മത്സരം. അത് നടക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു വലിയ സ്റ്റാർ ഹോട്ടലുണ്ട്. ഈ സ്റ്റാർ ഹോട്ടലിനോടനുബന്ധിച്ച് ആ നാട്ടിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ബിയർ ഹാൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാവുന്ന, പിന്നെ ഒരു 500 മുതൽ 1000 ആൾക്കാർക്ക് വരെ ഇരിക്കാവുന്ന ഒരു വലിയ ഹാൾ ഉണ്ടായിരിക്കും. അത്തരം ഒരു ഹാളിൽ ഇത്തരം പരിപാടികൾ, ഇങ്ങനെയുള്ള സ്പോർട്സ് ഈവൻസോ അല്ലെങ്കിൽ കല്യാണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താൻ ഈ ഹോട്ടലുകാർ വാടകയ്ക്ക് കൊടുക്കും. 2 മെച്ചമാണ്, 1 വാടക കിട്ടും, 2 അവർക്ക് ബിയറും സ്നാക്സും ഒക്കെ ചിലവാകും. അത്തരം ഒരു ബിയർ ഹാളിൽ വെച്ച് അർണോൾഡ് ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ടുള്ള ജിംനേഷ്യത്തിലെ ഒരു പയ്യനുണ്ട്. അദ്ദേഹത്തെക്കാൾ 2 വയസ്സ് മൂത്തതാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ലിഫ്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അന്നത്തെ മത്സരത്തിൽ അർണോൾഡ് ആദ്യം അദ്ദേഹത്തിൻ്റെ പതിവ് രീതിയിൽ ഏകദേശം 70 കിലോഗ്രാം ഭാരം ഉയർത്തി. ആം പ്രസ് എന്നുള്ളൊരു വിഭാഗത്തിൽ 70 കിലോഗ്രാം ഭാരം ഉയർത്തി. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഉയർത്തുന്ന ആളാണ് മറ്റേയാൾ.
പക്ഷേ ഈ ആദ്യത്തെ ഈ 70 കിലോഗ്രാം ഉയർത്തി കഴിഞ്ഞതോടെ ജനങ്ങളുടെ ആ ഒരു അപ്ലോസ് അത് ഇദ്ദേഹത്തിന് ഭയങ്കര ആവേശമായിരുന്നു. അടുത്ത അറ്റംപ്റ്റിൽ അദ്ദേഹം ഒരു 15 കിലോയും കൂടി കൂടുതൽ ഉയർത്തി, 85 കിലോഗ്രാം. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എതിരാളി സാധാരണ ഉയർത്തുന്ന അത്രയും ഉയർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉയർത്തുന്ന അന്നാണ്. എതിരാളിയെ നേരത്തെ അറിയാം, പക്ഷേ എതിരാളിക്ക് അത്രയും വെയിറ്റ് ഉയർത്താൻ പറ്റിയില്ല. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ ആദ്യമായിട്ട് അദ്ദേഹം ലോക്കലി ആണെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തു. പുറത്തിറങ്ങി ഇവർ തമ്മിൽ സംസാരിച്ചു, എതിരാളിയും അർണോൾഡും തമ്മിൽ സംസാരം ഉണ്ടായി. എതിരാളി പറഞ്ഞതാണ്, എനിക്ക് ഈ ആൾക്കാരുടെ ഒച്ചയും ബഹളവും കാണുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ആകെ ടെൻഷൻ, അതാണ് പറ്റിയത്. അർണോൾഡ് പറഞ്ഞു, എനിക്ക് നേരെ തിരിച്ച് അവരുടെ ആ ബഹളം എനിക്കൊരു ആവേശമായിരുന്നു, അതുകൊണ്ട് ഞാൻ സാധാരണ ഉയർത്തുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ, ഒരു 15 കിലോളം കൂടുതൽ ഞാൻ ഇന്ന് ഉയർത്തി.